രണ്ട് മരുന്നിൽ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആ വ്യത്യാസം കണ്ടില്ലേ? ആ നമ്പറിലുള്ള വ്യത്യാസമല്ലേ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചത്? അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ പാൻറ്റപ്രസോൾ 40 mg, ഒമിപ്രസോൾ 20 mg, ഈ രണ്ട് മരുന്ന് കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ 40 അല്ലേ 20-നെക്കാട്ടിയും കൂടുതൽ, അപ്പോൾ ഇതല്ലേ കുറച്ചും കൂടി വീര്യം കൂടുതൽ, ഇതല്ലേ സ്ട്രോങ് ആയിട്ടുള്ള മരുന്ന്? ഒരിക്കലല്ല. ഈ പാൻറ്റപ്രസോൾ എന്ന് പറയുന്ന മരുന്നിന് ആ 40 mg അളവിൽ പോയാലേ ആ അസിഡിറ്റി കുറയ്ക്കുന്ന ആ എഫക്റ്റ് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഈ ഒമിപ്രസോൾ എന്ന മരുന്നിനാണെങ്കിലോ 20 mg മതി. ആ 20 mgയിൽ ഇതേ എഫക്റ്റ് ഈ മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരിക്കലും ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് മെഡിസിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഡോസ് അതിൻ്റെ വീര്യമൊന്നും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഒരു ബേസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 2 ടൈപ്പ് കോഫി പൗഡർ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കട്ടെ. ഒന്ന് നെസ്കഫെ, ഒന്ന് ബ്രൂ കോഫി. അപ്പം ചിലപ്പോൾ നെസ്കഫെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ തന്നെ ഭയങ്കര കടുപ്പായിരിക്കും. എന്നാൽ ഒരു ബ്രൂ കോഫി നിങ്ങൾ 1 ടീസ്പൂൺ ഇട്ടാൽ അതേ കടുപ്പം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതൊരു എക്സാമ്പിളാണ്. എനിക്കറിയില്ല ഈ കോഫിയുടെ കാര്യമൊന്നും, ഞാൻ കോഫി കുടിക്കുന്ന ആളല്ല, പക്ഷേ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാണ്. അപ്പം അതേ എഫക്റ്റ് ഉള്ളൂ. 2 ഡിഫറെൻറ്റ് ബ്രാൻഡാണ്, പക്ഷേ ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുമ്പോൾ അതേ കടുപ്പം കിട്ടണമെങ്കിൽ നമ്മൾ 2 അളവിലാണ് യൂസ് ചെയ്യുന്നത്. അതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് മെഡിസിനിലും വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ ആ നമ്പർ കണ്ട് ഒരിക്കലും ഭയക്കരുത്. ആ ഒരു പർട്ടിക്കുലർ എഫക്റ്റ് നിങ്ങളുടെ ബോഡിയിൽ വേണമെങ്കിൽ ആ നമ്പറിലുള്ള ആ ഒരു മരുന്ന് കഴിച്ചാലേ ആ എഫക്റ്റ് കിട്ടുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ക്രോണിക് പേഷ്യൻസിനൊക്കെ ഡോസ് കുറച്ച് കൊടുക്കുന്നത്. ലൈക്ക് 40 mg 20 mg, 10 mg 5 mgയിലേക്ക് ഒരേ മരുന്ന് തന്നെ ഡോസ് കുറയ്ക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ 2 ഡിഫറെൻറ്റ് മരുന്ന് കാണുമ്പോൾ നമുക്ക് ആ ഡോസ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് മരുന്നിൻ്റെ ഡോസിനെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഫാർമസി മെഡിസിൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.